എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം. ഇപ്പോൾ UAE റിയൽ എസ്റ്റേറ്റിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മളടുത്ത് മെസ്സേജ് അയക്കാറുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും എടുക്കണോ വേണ്ടയോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സോ വളരെ സത്യസന്ധമായിട്ടും അതുപോലെ എന്താണ് ഇപ്പോഴത്തെ UAE റിയൽ എസ്റ്റേറ്റിൻ്റെ സാഹചര്യം, അതുപോലെ തന്നെ ഏതൊക്കെയാണ് പുതിയ ലോഞ്ചുകൾ, അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ക്ലാരിറ്റി തരാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. UAE റിയൽ എസ്റ്റേറ്റ് സത്യം പറഞ്ഞാൽ വാർ കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം ഡെഫിനറ്റ്ലി കഴിഞ്ഞ മാസം അല്ലെങ്കിൽ മുന്നത്തെ മാസം വെച്ച് നോക്കുകയാണെങ്കിൽ ഡിപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ഡിപ്പിന് ശേഷം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അത് വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. സോ ആ ഒരു തിരിച്ചുവരവിന് ഉണ്ടായ മേജർ റീസൺ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ലോഞ്ചാണ്. ആ ലോഞ്ചിനെ പറ്റിയിട്ട്, ആ പ്രോപ്പർട്ടീനെ പറ്റിയിട്ട്, ആ അപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടാണ് എനിക്കിവിടെ പറയാനുള്ളത്. ആ പ്രൊജക്റ്റിൻ്റെ പേര് ലിനാർ ബൈ അലിഫ്. ലിനാർ ബൈ അലിഫിനെ പറ്റി പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഡെവലപ്പറായിട്ടുള്ള അലിഫ് ഡെവലപ്പേഴ്സിനെ പറ്റി ആദ്യം അറിയണം. അലിഫ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയാം, ഒരു സെമി ഗവൺമെൻറ് ഡെവലപ്പറാണ്. ഷാർജ റൂളറിൻ്റെ ഒരു ഡ്രീം ഓർഗനൈസേഷനാണ് അലിഫ്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം അലിഫ് വരുമ്പോൾ അവർ ആദ്യം ലോഞ്ച് ചെയ്തത് 06 മോൾ എന്ന് പറയുന്നൊരു മോളായിരുന്നു. ആ മോൾ ഇപ്പോഴും ഷാർജയിൽ ആക്റ്റീവാണ്, വളരെ സക്സസ്ഫുൾ ആണ്. അത് കഴിഞ്ഞ് അവർ കൊണ്ടുവന്നതായിരുന്നു അൽ മംഷ കമ്മ്യൂണിറ്റി. നിലവിൽ നിങ്ങൾക്കറിയാൻ സാധിക്കും, ഷാർജയിൽ വന്ന് താമസിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ളവർ ദുബായിലെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നെന്ന് പറയുന്നത് ഇവിടുത്തെ കമ്മോഡിറ്റി വാല്യൂവിൻ്റെ പ്രൈസ് ദുബായിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. 2, കുട്ടികൾക്ക് ഇവിടെ നല്ല എഡ്യൂക്കേഷൻ കിട്ടും. 3, ദുബായിയുടെ അത്രയും റെൻറ്റ് നമ്മളിവിടെ പേ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരിലും ഭൂരിഭാഗം പേരും നല്ല രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ നല്ല കമ്മ്യൂണിറ്റി ലിവിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സോ അങ്ങനെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വിരലിലെണ്ണാവുന്ന കുറച്ച് അപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റികളെ അല്ലെങ്കിൽ ടൗൺ ഹൗസ് കമ്മ്യൂണിറ്റികളെ ഷാർജയിലുള്ളൂ. അൽ സഹിയ, അൽ ജാദ, മസാർ, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ സിറ്റി, ഖസ്ബ, അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ കുറച്ച് കമ്മ്യൂണിറ്റികളെ ഇപ്പം നിലവിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരുടെ അത്രയും ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ഷാർജയിൽ നിലവിലില്ല. അതുപോലെ ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് അൽ മംസാർ. അൽ മംസാറിനെ പറ്റി പറയുമ്പോൾ അത് ദുബായ് ഷാർജയുടെ ബോർഡറാണ്. ദുബായ് അൽ മംസാറുമുണ്ട്, ഷാർജ അൽ മംസാറുമുണ്ട്. റീസെൻ്റ്ലി അൽ മംസാർ ബീച്ചിൻ്റെ റിനോവേഷൻ കാര്യങ്ങൾ നടന്ന് അതിൻ്റെ ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അത് കഴിഞ്ഞ ഉടനെയാണ് ഈ ലിനാർ ബൈ അലിഫ് ഈ ഡെവലപ്പർ ലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പർട്ടിക്കുലർ പ്രൊജക്റ്റ് ഫ്രീ ഹോൾഡ് ആയതുകൊണ്ടും ഒരുപാട് ആൾക്കാർ ഈ പ്രൊജക്റ്റിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിലവിൽ ആസ് ഓഫ് നൗ ഞാൻ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 830ഓളം ടോക്കണുകളാണ് ഈ പ്രോപ്പർട്ടിയുടെ ലോഞ്ചിനായിട്ട് ആൾക്കാർ കൊടുത്തിട്ടുള്ളത്. 5 ടവർ വരുന്ന ഈ പർട്ടിക്കുലർ അപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റി ആദ്യത്തെ 2 ടവറിൻ്റെ ലോഞ്ചായിരിക്കും ഈ വരുന്ന ആഴ്ചകളിൽ ഉണ്ടാവുക. 1 ബെഡ്റൂം, 2 ബെഡ്റൂം, 3 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്സ് ആണ് അവർ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ 4 ബെഡ്റൂം പെൻറ്റ് ഹൗസുകളും ഉണ്ടാവും. ഇപ്പം നിലവിൽ ഒരു വാട്ടർ ഫ്രണ്ട് കമ്മ്യൂണിറ്റിക്കും ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. അത് പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് ആണ്. 1 ബെഡ്റൂം ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് 8,60,000 ദിറത്തിനാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഈ 8,60,000 നിങ്ങൾക്ക് ഫുൾ സി വ്യൂ കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതൊരു പാർഷ്യൽ സി വ്യൂ ആയിരിക്കും. ഫുൾ സി വ്യൂ വരുന്ന 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിന് 1 മില്യൺ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. 2 ബെഡ്റൂം എടുത്താൽ 1.4 മില്യൺ തൊട്ട് സ്റ്റാർട്ടാവുന്നു. 3 ബെഡ്റൂം എടുത്താൽ 2.2 മില്യൺ തൊട്ടാണ് സ്റ്റാർട്ടാവുന്നത്. ഇത്രയും പ്രൈസ് മുടക്കി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇപ്പോൾ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. 1 ബെഡ്റൂമിന് നെറ്റ് ഏരിയ 800 സ്ക്വയർ ഫീറ്റും ഗ്രോസ് ഏരിയ 1000 സ്ക്വയർ ഫീറ്റുമാണ് വരുന്നത്, വിച്ച് ഈസ് ദുബായിലെ 2 ബെഡ്റൂമിൻ്റെ സൈസാണ്. 2 ബെഡ്റൂം എടുത്താലോ 1500ഓളം സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം എടുത്താൽ 2000-ന് മുകളിൽ സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഇത്രയും നല്ല സൈസുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇവിടെ വരുന്നത്, അതും വാട്ടർ ഫ്രണ്ടാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ അപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ ഇപ്പോൾ നിലവിൽ ഇവർ ചെയ്തിട്ടുള്ളത് ഒരു ടോക്കൺ സിസ്റ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ബെഡ്റൂം നിങ്ങൾക്ക് മേടിക്കാൻ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾ 5% ഡൗൺ പേയ്മെൻറ്റ് പൂർണ്ണമായും അടയ്ക്കണം, അതായത് 50,000 ദിറംസ്.
കാരണം 1 ബെഡ്റൂം 10,000 ദിറംസ് വെച്ച് ടോക്കൺ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതവർ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാൻ തുടങ്ങി. കാരണം ഓൾമോസ്റ്റ് 1 ബെഡ്റൂം സോൾഡ് ഔട്ട് ആയി തുടങ്ങി ആദ്യത്തെ 2 ടവറിൻ്റെ. 2 ബെഡ്റൂം ആണെങ്കിൽ നിങ്ങൾക്ക് 20,000 വെച്ചിട്ട് ടോക്കൺ സ്റ്റാർട്ട് ചെയ്യാം. 3 ബെഡ്റൂം ആണെങ്കിലും 20,000 വെച്ചിട്ട് ടോക്കൺ സ്റ്റാർട്ട് ചെയ്യാം. ആ രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ടോക്കൺ കളക്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ പേയ്മെൻറ്റ് പ്ലാൻ വളരെ 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 നല്ലതാണ്. അതിന് കാരണം നമ്മൾ ആദ്യം പേ ചെയ്യുന്നത് 5%, അതായത് 1 മില്യൺ എടുത്താൽ 50,000 ദിറംസ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് 5% പ്ലസ് 4% രജിസ്ട്രേഷൻ, അതായത് 9%, വിച്ച് ഇസ് 90,000. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ആദ്യം കയ്യിൽ നിന്ന് ഇറക്കേണ്ടത് ഒരു 1,40,000 ദിറം. 1,40,000 ദിറം നിങ്ങളുടെ കയ്യിലുണ്ട്, നിലവിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് മിസ് ചെയ്യരുത്. കാരണം പിന്നീട് അങ്ങോട്ടുള്ള പേയ്മെൻറ്റ്സ് വളരെ വളരെ സിമ്പിളാണ്. നിങ്ങൾ എല്ലാ പ്രതിമാസവും 4,000 ദിറംസ് വെച്ച് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഈസിലി ഇവിടെ ഒരു 1 ബെഡ്റൂം അഫോർഡ് ചെയ്യാം. 6,000 തൊട്ട് 7,000 വരെ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് 2 ബെഡ്റൂമോ 2 ബെഡ്റൂം പ്ലസ് മെയ്ഡ് വരുന്ന ലേഔട്ടുകളോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി അതല്ല 3 ബെഡ്റൂം ആണെങ്കിൽ ഒരു 9,500 തൊട്ട് 10,000 ആണ് മന്ത്ലി വരിക. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ദുബായിനെ സംബന്ധിച്ചിടത്തോളം, ദുബായിലെ മിക്ക അപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റികൾ എടുത്താലും അവിടുത്തെ പേയ്മെൻറ്റ് പ്ലാനിലെല്ലാം ബുള്ളറ്റ് പേയ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഓരോ 5 മാസം കൂടുമ്പോൾ 5%, 10% ഒക്കെ വരുന്നത് പൊതുവേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടാണ്. അങ്ങനത്തെ ബുള്ളറ്റ് പേയ്മെൻറ്റുകൾ ഈ മന്ത്ലി പേയ്മെൻറ്റ് പ്ലാൻ്റെ ഇടയിൽ ഇല്ല. കംപ്ലീറ്റ്ലി ഹാൻഡ് ഓവർ വരെ നിങ്ങൾ പേ ചെയ്യുന്നത് 30% ആയിരിക്കും. 1 മില്യൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ 30% എന്ന് പറഞ്ഞാൽ 300, അതായത് 3 lakh ദിറമാണ് നിങ്ങൾ മൊത്തം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പ്ലസ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു 4% രജിസ്ട്രേഷൻ, 3,40,000 ദിറംസ് 3 വർഷം കൊണ്ട്, ഓർക്കണം. അത് കഴിഞ്ഞ് ബാക്കി 70% നിങ്ങൾക്ക് ഫൈനാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ 30% കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു NOC എടുത്തിട്ട് ഈ പ്രോപ്പർട്ടി മറിച്ച് വിൽക്കാനോ പറ്റും. ഇപ്പം നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ആരാണ് എൻ്റെ ഈ പ്രോപ്പർട്ടി മേടിക്കുക? നിങ്ങളുടെ ഈ പ്രോപ്പർട്ടി മേടിക്കാൻ പോകുന്ന ആൾക്കാർ, ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ 3, 4, 5 ബിൽഡിംഗ് മേടിച്ച ആൾക്കാരെക്കാട്ട് കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ പ്രോപ്പർട്ടി ആയിരിക്കും മേടിക്കാൻ കൂടുതൽ സന്നദ്ധത കാണിക്കുക. കാരണം 1 മില്യൺ തൊട്ടാണ് ഇപ്പോൾ വാട്ടർ ഫ്രണ്ട്, ഫുൾ വാട്ടർ ഫ്രണ്ട് വരുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന 1 ബെഡ്റൂം. അത് നാളെ 3, 4, 5 ബിൽഡിംഗ് വരുന്ന സമയത്ത് 1.2 ആവും, 1.3 ആവും, 1.4 ആവും. നാളെ നിങ്ങളിത് 30% കംപ്ലീറ്റ് ചെയ്ത് മറിച്ച് വിൽക്കുമ്പോൾ നിങ്ങൾക്കുള്ള സെല്ലിംഗ് ഗ്യാപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 1 മില്യൻ്റെ പ്രോപ്പർട്ടി 1.1നോ 1.2നോ 1.3 തൊട്ട് ഏതിൽ വേണമെങ്കിലും വിൽക്കാം. പക്ഷേ 1.2നോ 3നോ മേടിച്ച ആൾക്ക് അതിൻ്റെ മുകളിൽ മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. സെക്കൻഡറിയിൽ മേടിക്കാൻ വരുന്നൊരു ബയ്യറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലോവർ വാല്യൂ ആര് തരുന്നോ അവരുടെ തന്നെ പ്രോപ്പർട്ടി മേടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും ലോവർ വാല്യൂവിൽ ഇപ്പോൾ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ നാളെ ഇത് മറിച്ച് വിൽക്കാനാണെങ്കിലും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും ഈ പ്രോപ്പർട്ടി 30% നിങ്ങൾ സെല്ല് ചെയ്യാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം നിലവിലെ സാഹചര്യത്തിൽ 1 ബെഡ്റൂമിന് 60,000 ദിറംസെങ്കിലും ഇയർലി റെൻറ്റ് ഈ ഒരു ലൊക്കേഷനിൽ കിട്ടുന്നുണ്ട്. നാളെ അത് 65 ആവാം, 70 ആവാം. കാരണം 2030 ഇതിൻ്റെ ഹാൻഡ് ഓവർ വരുന്നത്. എക്സാക്റ്റ് ഡേറ്റ് നമുക്ക് ലോഞ്ചിൻ്റെ അന്നേ അറിയാൻ പറ്റുള്ളൂ. സോ ആ സമയമാകുമ്പോഴേക്കും 75,000 70 റെൻ്റാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസിലി വരുന്ന ഇൻസ്റ്റാൾമെൻറ്റുകൾ കവർ ചെയ്യാനും പറ്റും. അത് മാത്രമല്ല നിങ്ങൾക്കൊരു 500, 1000, 1,500 പ്രോഫിറ്റും ഉണ്ടാക്കാൻ പറ്റും. സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് 3,40,000 ദിറവും, അല്ലെങ്കിൽ തുടക്കത്തിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 1,40,000 ദിറവും എടുക്കാനുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു ലോഞ്ച് മിസ് ചെയ്യരുത്. കാരണം ഈ ലൊക്കേഷനിൽ ഡിമാൻഡുണ്ട്, സപ്ലൈ ഇല്ല. ഞാൻ വീണ്ടും പറയുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങളൊരു ടോക്കൺ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഏജൻറ്റ് ആരാണെന്ന് നോക്കുക. ഒരിക്കലും ഞാൻ പറയില്ല എൻ്റെ തന്നെ മേടിക്കണമെന്ന്. ഞാൻ അതിലൊരാളാണ്. ഇവിടെ ഇഷ്ടം പോലെ ഏജൻറ്റുമാരുണ്ട്. പക്ഷേ ദുബായിലുള്ള അത്രയും ഏജൻറ്റുമാർ ചിലപ്പോൾ ഷാർജയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവില്ല. കഴിഞ്ഞ 3 തൊട്ട് 4 വർഷമായിട്ട് ഞാൻ ഷാർജ റിയൽ എസ്റ്റേറ്റിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവിടുത്തെ ഇപ്പോൾ പ്രമുഖ ഷാർജ റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇന്ന് ഞാനിവിടെ സ്വന്തമായിട്ടൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ഓൺ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഉറപ്പേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിറ്റ് ഒരു പരിധി വരെ 90% ഞാൻ നിങ്ങൾക്ക് എടുത്തു തരും. 100% വാഗ്ദാനം ചെയ്യാൻ ഉള്ള കള്ളത്തരം എനിക്കില്ല. നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ സമീപിക്കാം. ഒരിക്കലും ഞാൻ പറയുന്നു, ഈ ലോഞ്ച് നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കില്ല. മല്ലു ബ്രോക്കർ.